അളിയാ എങ്ങനെയുണ്ട്? പുതിയതാ, അൺപ്രഡിക്റ്റബിൾ എന്ന് വെച്ചാ അടിപൊളിയായിട്ടുണ്ട്. പൂവർ ഇംഗ്ലീഷ് ഡോണ്ട് നോ ഫെല്ലോ. അടിപൊളി അൺപ്രഡിക്റ്റബിൾ, ഒട്ടും ഒരു ചാർച്ചല്ലാലടാ. സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. സംശയമുണ്ട്. സ്പെല്ലിങ് പറയടാ. അൺപ്രഡിക്റ്റബിൾ, ANN. അത് അന്ന് എന്നല്ലേ, നിന്റെ 3ന്റെ അന്ന്. അൺവിട് പ്രഡിക്റ്റബിൾ എന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. അതിന് പ്രഡിക്റ്റബിളിന്റെ സ്പെല്ലിംഗ് അറിയണ്ട. എടാ മൽഗുണ, അർണോൾഡ് ഷ്വാർസ്നെഗറിന്റെ പ്രെഡേറ്റർ സിനിമയുടെ പോസ്റ്റർ ടൈപ്പ് ചെയ്യ്, അപ്പൊ പകുതി സ്പെല്ലിംഗ് കിട്ടും. പ്രെഡ്. അതിന് പ്രെഡേറ്ററിന്റെ സ്പെല്ലിംഗ് ആദ്യം അറിയണ്ടേ? വോയിസ് ഇട്ട് സെർച്ച് ചെയ്യ്. അതൊന്നും നടപടിയാവില്ല. പ്രെഡേറ്റർ എന്ന് പറഞ്ഞാൽ പാരഡി ആക്ടർ എന്ന് കേൾക്കും ഈ ഗൂഗിൾ അമ്മച്ചി. ഇന്നലെ ഞാന് എന്നോട് പറഞ്ഞതാ. ഇന്നലെ ഞാന് ഇതേപോലെ ഷവാസ് റീഗലിന്റെ സ്പെല്ലിംഗ് ഒന്ന് വോയിസ് സെർച്ച് ചെയ്ത് നോക്കിയതാ. എന്നിട്ടോ കിട്ടിയത് ഷവായിസ് ആൻഡ് ഗ്രില്ലും. നിനക്കെന്താപ്പോ പ്രഡിക്റ്റബിളിന്റെ സ്പെല്ലിംഗ് വേണം, അത്രല്ലേ ഉള്ളൂ. ടൈപ്പ് ചെയ്യ്. പ്രഡിക്റ്റബിൾ എവിടെ? ക്യൂ. പ്രഡിക്റ്റബിളില് ക്യൂ ഉണ്ട്. സൈലന്റാ, പറയുമ്പോ വരില്ല എന്നുള്ളൂ. കാറ്റില് ജി സൈലന്റ് ആയിട്ടുള്ളത് പോലെ. കാറ്റില് ജിയോ? ഗോട്ടിലല്ലേ ജി? അല്ല, പാർലേ ജിയിലാ ജി. വിദ്യാഭ്യാസം ഇല്ലേലും വിവരമുള്ള ആരും ഇല്ലടേ നമ്മുടെ കൂട്ടത്തില്. നമുക്ക് വിദ്യാഭ്യാസത്തിനല്ലേ കുറവുള്ളൂ, ആഭാസത്തിന് ഒരു കുറവില്ലല്ലോ. ഞാൻ എന്തായാലും എന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കും. അൺപ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞാ അടിപൊളി എന്ന് തന്നെ അർത്ഥം. എന്തത്ര ഉറപ്പ്? ഇന്നാളൊരു സിനിമയുടെ തിയേറ്റർ റെസ്പോൺസിൽ ഒരുത്തനോട് പടം എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ അൺപ്രെഡിക്റ്റബിൾ പടം എന്നാ പറഞ്ഞേ. എന്ന് വെച്ചാ അടിപൊളി പടന്ന്. അതെങ്ങനെ അടിപൊളിയാന്ന് തീർത്ത് പറയാ? തല്ലിപ്പൊളി പടന്ന് മീനിങ് വരാനോ? തല്ലിപ്പൊളിക്ക് ഇങ്ങനെ ആക്ഷൻ ആരേലും കാണിക്കുവോ? ഞാൻ കാണിക്കാറുണ്ട്. അതിന് നിന്നേക്കാരെ കണക്കിലെടുത്തേക്കണ്. നീ ഐ ലവ് യുവിന് M19 കാണിച്ചവനല്ലേ? ഹേ ഗേയ്സ്, വാട്സ്ആപ്പ്. നമ്മുടെ കൂട്ടത്തിൽ അത്യാവശ്യം ഇംഗ്ലീഷ് സിനിമ കാണുന്നത് ഇവനാ. വോളിയം മ്യൂട്ടാക്കി കാണുന്നതേ ഉള്ളൂ. അത് ഞാൻ ലിപ്സിങ്കിലൂടെ ഡയലോഗ്സ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടാ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിയും. ഈ ലിപ് കിസ് വരുമ്പോഴാണ് അളിയാ ലിപ്സിംഗ് അധികം മനസ്സിലാക്കാറ്. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, ഐ വിൽ ഷിറ്റ് യു എന്ന് വെച്ചാ ഇടിച്ച് തൂറ്റിക്കുന്നു. അങ്ങനെയാണ് ഇവനെ കൊണ്ട് എന്റെ അമ്മാവനൊന്ന് ഇടിപ്പിക്കായിരുന്നു. എന്തേ, പുള്ളി അത്രയ്ക്ക് ശല്യ? അല്ല, പുള്ളിക്ക് മലബന്ധ. ഡിസ്കസ്റ്റിംഗ്. എടാ, ഈ അടിപൊളിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? അടിപൊളിക്കോ? സൂപ്പർ. സൂപ്പർ. ഇവനൊന്നും അറിയില്ലാന്നേ. ഡാവ് സൂപ്പർ എന്നും പറയും. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് എളുപ്പത്തിലുള്ളത് വേണ്ട, ശരിക്കുള്ളത് പറ. ശരിക്കും അടിപൊളിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ അണ്ടർ ബ്രേക്കർ. അത് അണ്ടർ ടേക്കർ അല്ലേ? അല്ലല്ല, അണ്ടർ എന്ന് വെച്ചാ അടി, ടേക്ക് എന്ന് വെച്ചാ എടുക്ക, ടേക്കർ എന്ന് പറയുമ്പോ എടുക്കുന്നവൻ. അപ്പൊ അണ്ടർ ടേക്കർ അടിന്ന് എടുക്കുന്നവൻ. അയ്യേ, നീ അണ്ടർ ടേക്കർ ഫാൻ അല്ലേ? ഞാൻ ജോൺസീനെ. ICU അല്ലടാ, വെന്റിലേറ്റർ. അല്ല, ഐ ആം എ ഡൗട്ട്. അപ്പൊ ബ്രേക്കർ എങ്ങനെ വരിക? ബ്രേക്ക് പൊളിയാണെങ്കിൽ ബ്രേക്കർ പൊളിക്കുന്നതന്നെയല്ലേ? ആമേ ശരി? അപ്പോ അണ്ടർ ബ്രേക്ക് അടിപൊളി. അപ്പൊ അടിക്ക് പഞ്ചൊന്നും പറയില്ലേ? അപ്പൊ അടിപൊളിക്ക് പഞ്ച് ബ്രേക്ക് ഒന്നും പറഞ്ഞൂടെ? അങ്ങനെ വേണേലും പറയാ. സി, ഇംഗ്ലീഷ് ഈസ് വെരി ബിഗ് ലാംഗ്വേജ്. ഓരോന്നിനും ഒരുപാട് വാക്കുകളുണ്ട്, അർത്ഥങ്ങളും. ഇവോടായിപ്പാ അടിപൊളിക്ക് അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെ പറയാ. അൺപ്രഡിക്റ്റബിളാ? ഇത് എവിടെ കിട്ടി? എന്താ, നീ മാത്രമേ ഇംഗ്ലീഷ് സിനിമ കാണുള്ളൂ? നമുക്ക് അറിയാടോ ഇംഗ്ലീഷ്. ആസ് സൂൺ ആസ് റീസൂൺ ആസ് പോസിബിൾ. ഡൗട്ട് വേണ്ട, എന്റെ ഗേൾ ഫ്രണ്ടിനോട് ചോദിക്കാ. അവളെ MA ഇംഗ്ലീഷാ. MA. എന്നാ ചോദിക്ക്. ഇന്ന് ഇവന്റെ അൺപ്രഡിക്റ്റബിൾ അടിച്ചു പൊട്ടിക്കണം. അൺപ്രഡിക്റ്റബിൾ എന്ന് വെച്ചാൽ അടിപൊളി തല്ലിപ്പൊളി ഒന്നല്ല, പ്രവചനാതീതമായ. ദാറ്റ്സ് ദ മീനിങ്. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ക്ലാരിഫൈ. ഓക്കെ. എന്നാ സീ യു സൂൺ ഡിയർ. ലവ് യു, സ്വീറ്റ് ഡ്രീംസ്. കിട്ടിയോ? അൺപ്രഡിക്റ്റബിൾ എന്ന് വെച്ചാ പ്രവചനാതീതമായ. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പ്രവചനാതീതമായ എന്നുവെച്ചാ എന്താ? പറഞ്ഞ പോലെ. അതെന്താ അതിനർത്ഥം? അതാ ഞാനും ആലോചിക്കുന്നത്. ഞാനും ഇംഗ്ലീഷ് അറിയില്ലേലും മലയാളം അറിയാ എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇപ്പം അതും മാറിക്കിട്ടി.